നിർത്തി എന്റെ ഭർത്താവിന്റെ ജീവൻ രക്ഷിക്കണേ. ഇതെങ്ങനെ ആയിരുന്നല്ലോ പറഞ്ഞത്? ഇങ്ങനെ അല്ലായിരുന്നു അവള് പറഞ്ഞത്. ഇതെന്തു പറ്റി? ദീപകേ, എന്താ മാവ? നീ ഫോണിൽ പിടിച്ചേ. എന്താ മാവനെ? അയ്യോ പ്രതാപ, സോറി ചേച്ചി. അപ്പപ്പോ ഇവന് കിട്ടേണ്ടത് കിട്ടിയ ആ ചൂട് മാറുന്നത് വരെ ഇവൻ കൂടുതൽ വിക്രികളൊന്നും ഒപ്പിക്കില്ല. ഈ വീഡിയോയിൽ അവൻ ആ രാജു എന്തോ തരികിട ഒപ്പിച്ചതാ മാവ. ദീപക്കെ, ചേട്ടന്റെ കയ്യിൽ നിന്ന് കിട്ടിയിട്ടും ഇങ്ങനെ മുഖത്തോക്കി വീണ്ടും നുണ പറയാൻ നിനക്ക് ബോധമില്ലടാ. ഞാൻ പറയുന്നത് നിങ്ങൾ ആരും വിശ്വസിക്കണ്ട. രണ്ടെണ്ണം കൂടി ഇപ്പൊ ഇങ്ങോട്ട് വരുമല്ലോ. അപ്പൊ നിങ്ങൾ തന്നെ നോക്ക് ഋതികയുടെ കഴുത്തിൽ താലി ഉണ്ടോന്ന്. എന്നിട്ട് തീരുമാനിക്ക്, ഞാൻ പറയുന്നത് നുണയാണോ, ബോധമില്ലാത്തത് എനിക്കാണോ, അതോ ഋതികയും രാജുവും പറയുന്നതെല്ലാം വിശ്വസിക്കുന്ന നിങ്ങൾക്കാണോ? ഋതുവിന്റെ കഴുത്തില് താലി ഉണ്ടായിരുന്നാണല്ലോ, പിന്നത് എവിടെ പോയി? അത് അവള് വരുമ്പോ അവളോട് തന്നെ ചോദിക്കും. താലി ഇല്ലെന്ന് ബോധ്യപ്പെട്ട അമ്മാവന്റെ മുന്നില് നേരെ നിന്ന് കൈ വിറയ്ക്കാതെ അവനോട് ആ താലി ഋതികയുടെ കഴുത്തിലണിക്കാൻ പറയും. അവൻ അങ്ങനെ ചെയ്താ ഞാൻ പാതി മുടിയും താടിയും ഷേവ് ചെയ്തേക്കാം. അമ്മാവൻ ഒന്ന് ആലോചിച്ച് നോക്കി. ആദ്യം കിടന്നിരുന്ന ചെറിയ താലിമാലയിൽ നിന്ന് വലിയ മാലയിലേക്ക് താലി മാറ്റി അത് അവന്റെ കൈകൊണ്ട് ഋതികയുടെ കഴുത്തിലണിയിക്കാൻ അമ്മ പറഞ്ഞപ്പോ അവൻ അമ്മാവനോട് എന്തോ പറയണമെന്ന് പറഞ്ഞ് ബഹളം വെച്ചു. അന്ന് അവന്റെ കയ്യിൽ നിന്ന് അബദ്ധത്തിലാ അവളുടെ കഴുത്തിൽ താലി വീണത്. രാജുവിന്റെ ഋതികയുടെ വെഡിങ് റിസപ്ഷൻ അമ്മാവൻ നടത്താൻ തീരുമാനിച്ചു. അന്ന് എന്താണ് നടന്നതെന്ന് അമ്മാവനൊന്ന് ഓർത്തു നോക്കിയേ. പ്രതാപ, ദീപക് പറയുന്നതിലും കാര്യമുണ്ട്. വന്നല്ലോ യാമിനിയമ്മായി, അവളുടെ കഴുത്തിൽ താലി ഉണ്ടോ നോക്കി ഒന്ന് ഉറപ്പ് വരുത്തിക്കോ. അമ്മാവാ, ഈ ഒരു ദിവസത്തിന് വേണ്ടിയാ ഞാൻ ഇത്രയും നാളും കാത്തിരുന്നത്. വാ മോനെ വാ, നിന്റെ എല്ലാ ഡ്രാമയും ഞാൻ ഇന്ന് പൊളിച്ച. എന്താ ദീപക്, എന്താ നിന്റെ പ്രശ്നം? നിനക്ക് വീണ്ടും തുടങ്ങിയോ? ഇല്ല മോളെ, തുടങ്ങാൻ പോകുന്നേ ഉള്ളൂ. എന്ത്? ദേ ഇവന്റെ പതനം. നിങ്ങളുടെ രണ്ടുപേരുടെ വിവാഹം കഴിഞ്ഞെന്ന് നുണ പറഞ്ഞ് തോന്നിവാസം കാണിച്ച് നടക്കുന്ന നിങ്ങൾ രണ്ടുപേരും ഒരിക്കലും ഇങ്ങനൊരു ദിവസം ഉണ്ടോന്ന് കരുതിയില്ലല്ലേ? രാജു, ഇവൻ പറയുന്നതിൽ എന്തെങ്കിലും സത്യമുണ്ടോ? അത് വർമ്മ സാറേ. യാമിനി, അവളുടെ കഴുത്ത് പരിശോധിക്കുക, താലി ഉണ്ടോ നോക്ക്. ഇപ്പൊ കിട്ടും മേഡം. എന്താ ചെറിയമ്മേ, എന്താ ഇവിടെ പ്രശ്നം? അല്ല, ഇവനെന്താ ശരിക്കും കുഴപ്പം? ഇവന് അത്യാവശ്യമായിട്ട് ഒരാശുപത്രി കൊണ്ടുപോയി ഒന്ന് ചെക്കപ്പ് നടത്തണോ അമ്മായി? ഏയ്, അതിന്റെ ആവശ്യം വരില്ല മോളെ. ചേട്ടാ ഒന്നും തോന്നല്ലേ. വെറുതെ മനുഷ്യന്റെ സമയം മെനക്കെടുത്താനായിട്ട് ഓരോരോ വിവരക്കേടുകളായിട്ട് ഇറങ്ങിക്കൊള്ളൂ. ചേച്ചി, ഇനി ഇവനിത് ആവർത്തിക്കരുത്. ആവർത്തിച്ചാ ഇല്ല പ്രതാപ. നിങ്ങൾ വാ, വാ മോളെ. മോനെ, അയ്യോ, തുടരെ വേദനിക്കുന്നു. മോനെ, അമ്മ. ഒന്നും കേൾക്കാനുള്ള ക്ഷമ എനിക്കില്ല.
ഒടുക്കത്തെ വേദന. അമ്മ 2 ഐസ് ക്യൂബും ഒരു വെള്ള തുണിയും കൊണ്ടുപോവാ. വേദനിക്കുന്നമ്മേ, ഐസ് വെച്ച വേദന കുറയും. അടിയായിരുന്നു. ഇടത് സൈഡിലെ പല്ലോരെണ്ണം ഇളകിയിട്ടുണ്ടെന്നാ തോന്നുന്നത്. ഇളകും ശേഖരൻ സാറിന്റെ അടിക്കേ ഭയങ്കര പവറാ. കോളേജിൽ പഠിക്കുമ്പോ മിസ്റ്റർ പാലക്കാടായിരുന്നല്ലോ ശേഖരൻ സാറ്. അപ്പോ ഹാൻഡ് പവർ അങ്ങനെ കുറയോ ദീപക് സാറേ? നീ എങ്ങനെ തൽക്കാലം രക്ഷപ്പെടുന്നു വിചാരിക്കണ്ട രാജു. ഇന്നെനിക്ക് കിട്ടിയതിന്റെ 10 ഇരട്ടി നിനക്ക് എന്റെ 2 അമ്മാമ്മന്റെ കയ്യിൽ നിന്ന് കിട്ടുന്ന ഒരു ദിവസം വരും. ഇങ്ങനെ ഒരിക്കലും നടക്കാത്ത ചില സ്വപ്നങ്ങൾക്ക് പുറകെ നീ ഇങ്ങനെ ഓടുന്ന കാണുമ്പോ എനിക്ക് നിന്നോട് സഹതാപമുണ്ട് ദീപക്കെ. ചെയ്യുന്നതൊക്കെ തെറ്റാണെന്ന് തിരിച്ചറിയാനുള്ള പക്വത നിനക്കില്ല. നല്ലത് പറഞ്ഞ് നിന്നെ നേർവഴിക്ക് നടത്തേണ്ട അംബിക മാഡം ആണെങ്കിൽ നിന്നെ കാണും അപ്പുറം. നീ എന്നെ എന്ത് വേണമെങ്കിലും പറഞ്ഞോ, എന്റെ അമ്മയെ കുറിച്ച് മിണ്ടിയാലുണ്ടല്ലോ. അതിന് ഞാൻ അംബിക മാഡത്തെ കുറിച്ച് മോശമായിട്ട് ഒന്നും പറഞ്ഞില്ലല്ലോ. ഞാൻ ഉള്ള കാര്യങ്ങളല്ലേ പറഞ്ഞത്. ദീപക്കെ മതി. ഇപ്പൊ തന്നെ നീ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാക്കി. വർമ്മ സാറിന്റെ മനസ്സില് നിന്നോടുണ്ടായിരുന്ന വിശ്വാസവും മതിപ്പും ഒക്കെ നീ തന്നെ ഇല്ലാണ്ടാക്കി. മതി ദീപക്കെ. നമുക്ക് 2 ആൾക്കും ഏകദേശം ഒരേ പ്രായ. എന്നാലും വർമ്മ സാറിന്റെ സഹോദരിയുടെ മകനെന്ന് പറഞ്ഞ എനിക്ക് എന്റെ ചേട്ടന്റെ സ്ഥാനമാണ്. എനിക്കങ്ങനെ കൂടപ്പുറപ്പായിട്ട് ഒരു ചേട്ടനില്ല. ആ സ്ഥാനത്ത് ദീപകിന് എനിക്ക് കാണണമെന്ന് ആഗ്രഹമുണ്ട്. തനിക്ക് എന്ത് പ്രശ്നമുണ്ടെങ്കിലും ഞാൻ അത് സോൾവ് ചെയ്ത് തരാം. ഞാൻ പറഞ്ഞു തരുന്ന ചില കാര്യങ്ങൾ അനുസരിച്ച ദീപകിന്റെ സ്വഭാവമൊക്കെ മാറി ദീപക് വളരെ നല്ലൊരാളാവൂന്ന് എനിക്ക് ഉറപ്പുണ്ട്. സോ പ്ലീസ്, ഞാൻ പറയുന്നത് ദീപകിന് മനസ്സിലാവുന്നുണ്ടല്ലോ അല്ലേ? പിന്നെ മനസ്സിലായി. ശ്രീവിലാസത്തി അംബിക വർമ്മയുടെ മകനായ ഞാൻ ഏതോ തെരുവിൽ ജനിച്ച് വളർന്ന നിന്നെ അനിയനെ പോലെ കാണണം. എടാ തെരുവ് തണ്ടി. ഇതിപ്പോ കാലം കുറച്ച് പിന്നിലേക്കായിരുന്നെങ്കിൽ ഈ വീടിന്റെ പടിക്ക് കയറാനുള്ള യോഗ്യത പോലും നിനക്കുണ്ടാവില്ലായിരുന്നു. മനസ്സിലായോ? എടാ, സംസാരിക്കുമ്പോഴേ ആളും തരവും നോക്കി സംസാരിക്കണം. എന്റെ അമ്മാവനെ പോലെ ഒരു മണ്ടനാണ് ഞാനെന്ന് നീ വിചാരിച്ചെങ്കിലേ നിനക്ക് തെറ്റി. എന്നെ വളർത്തിയതേ പ്രതാപവർമ്മയല്ല, അംബിക വർമ്മയാ. നിന്നെ പോലെയുള്ളവന്മാരുടെ നുണയിലും സെന്റിമെന്റ്സിലും അഭിനയത്തിലൊന്നും ഞാൻ വീടിലടാ. നീയൊക്കെ പുകഴ്ത്തി പാടി പൊന്നും പണവും വാങ്ങിച്ച് പറ്റിച്ചോണ്ടിരിക്കുന്ന പഴഞ്ചൻ തമ്പുരാക്കന്മാരിൽപ്പെട്ട ആളല്ല ദീപക്. അതായിരിക്കും ഋതിക മാഡത്തിന്റെ കഴുത്തി കിടക്കുന്ന താലി പൊട്ടിക്കാൻ മഹാനായ ദീപക് കൂലിക്ക് ആളെ വിട്ടത്. അതും അംബിക മാഡത്തിന്റെ വളർത്ത് മഹാത്മ്യമാണെങ്കിൽ. മാല പൊട്ടിക്കാൻ വന്നവനും പൊട്ടിക്കാൻ അവനെ ഏൽപ്പിച്ചവനും. ഇന്നത്തെ കാലത്തെ നിയമം അനുസരിച്ചാണെങ്കിൽ സെൻട്രൽ ജയിലിൽ പോയി കിടക്കണം. അവളുടെ കഴുത്തിലെ താലി കണ്ടപ്പോഴേ ഞാൻ ഊഹിച്ചു ഇതിന്റെ പിന്നിലും നിന്റെ ബുദ്ധിയായിരിക്കും. അതെ, അങ്ങനെ ഋതിക മാഡത്തെ ഉപദ്രവിച്ച് എന്റെ മുന്നിൽ കൂടി ഒരുത്തൻ ആ പണി ചെയ്യുമ്പോഴേ അവനെയും അത് ചെയ്യിപ്പിച്ച നിന്നെയും അങ്ങനെ അങ്ങ് വെറുതെ വിടാൻ നോക്കില്ലല്ലോ. പിടിച്ച് മാറ്റി നിർത്തി 2 തരാനാ ഞാൻ വന്ന. എനിക്ക് വാടാ, നീയാണോ ഞാനാണോ നോക്കാം. ആദ്യം നീ പോയി ശേഖരൻ സാർ അടിച്ചിളക്കിയ അണപ്പല്ല് ശരിയാക്ക. എന്നിട്ട് നമുക്ക് തമ്മി തലി ആരാ ജയിക്കുന്നതെന്ന് നോക്കാം. രാജു, നിന്നെ ഞാൻ വെറുതെ വിടുമെന്ന് നീ ഓർക്കണ്ട. ഓ ശരി ശരി. നീ പോലും പ്രതീക്ഷിക്കാത്തൊരു പണി ഞാൻ നിനക്ക് തരും. അതോടെ നീ തീരും. നിന്നെ ഞാൻ തീർക്കും. ദീപക് സാറേ, ഞാൻ നേരത്തെ പറഞ്ഞ കാര്യം ദീപക് സാർ ഒന്നുകൂടി സമയമെടുത്ത് ആലോചിക്കും. ദീപക് സാറ് നന്നായ അതിന്റെ ഗുണം ദീപക് സാറിന് മാത്രമല്ല
എനിക്കും. എന്തിന്? ഈ കുടുംബത്തിലെ എല്ലാവർക്കും കൂടി. സോ പ്ലീസ് ഒന്ന് ആലോചിക്ക. ഒന്ന് പോടാ. മാഡം ഇങ്ങനെ മിണ്ടാതിരുന്ന എന്താ ചെയ്യാ? ഞാൻ രാജുവിനോട് പറഞ്ഞതല്ലേ താലിമാല എടുത്ത് കെട്ടാൻ. അപ്പൊ പറ്റില്ല. ഇല്ല, പറ്റില്ല. വേറെ എന്ത് വേണമെങ്കിലും പറഞ്ഞോ. ഇതല്ലാതെ ഒരു ഐഡിയ ഇല്ല രാജു. രാജു കെട്ടിയില്ലെങ്കിൽ ഞാനും ഈ താലി കെട്ടില്ല. നടന്നു തന്നെ. എന്താ രാജു? മാഡം ഒന്ന് ഇറങ്ങി അങ്ങോട്ട് നോക്കി. വാ. ആ, ആഹാ. മാല പൊടിച്ചിട്ട് ഇവിടെ നിൽക്കണ. ഒരു പെണ്ണിന്റെ കഴുത്തിലെ താലി പൊട്ടിച്ചോണ്ട് പോവാൻ നിനക്ക് മനുഷ്യത്തില്ലേടാ കള്ള? അയ്യോ മാഡം എന്നെ കള്ളാന്നൊന്നും വിളിക്കല്ലേ. പിന്നെ മാല പൊട്ടിച്ചോണ്ട് പോയ എന്നെ പുണ്യാളാന്ന് വിളിക്കാം. ഒരു തരത്തില ഈ താലിമാല രാജുവിനെ കണ്ട് കഴുത്തിൽ ഇടിയിച്ചത്. അതാ നീ പൊട്ടിച്ചെടുത്തത്. രാജു, പോലീസിനെ വിളിക്ക്. അയ്യോ സാറേ പോലീസിനെ ഒന്നും വിളിക്കല്ലേ. ഞാൻ സത്യം പറയാം, ഞാൻ മോഷ്ടിക്കാനൊന്നും വന്നതല്ല. മോഷ്ടിക്കാൻ അല്ലെങ്കിൽ പിന്നെ എന്തിനാണോ മാല പിടിച്ച വേഷം കണ്ടിരിക്കുന്നോ? ദേ, നീ വെറുതെ നുണ പറയരുത്. രാജു, വേഗം പോലീസിനെ വിളിക്ക്. അയ്യോ സാറേ മാഡം സത്യമാണ് ഞാൻ ഈ പറയുന്നേ. എന്നെ കൊണ്ട് ഒരാൾ ചെയ്യിച്ചതാ. ഒരാള് ചെയ്യിപ്പിച്ചതോ? ആര്? സാറേ അയാളെ പേരൊന്നും എനിക്കറിയില്ല. ഈ മാഡത്തിന്റെ ഫോട്ടോ എനിക്ക് കാണിച്ചു തന്നു, പിന്നെ കുറച്ച് കാശും തന്നു. ഈ മാഡത്തിനെ എപ്പോ കണ്ടാലും മാഡത്തിന്റെ താലിമാല പൊട്ടിച്ചോണ്ട് ഓടണമെന്ന് പറഞ്ഞു. അതാരാ അങ്ങനെ ചെയ്തത് രാജു? അതാ ഞാനും ആലോചിക്കുന്നത്. ആരായിരിക്കും? എടോ, ഈ ഫോട്ടോയിലുള്ള ആളെ നോക്കിയേ. അതെ സാറേ ഇയാള് തന്നെയാ. നമുക്കോ ഇനി തന്നെ ഈ പരിസരത്ത് കണ്ടാ ഓക്കെടോ. ഇപ്പൊ രാജുവിന് കാര്യം മനസ്സിലായില്ലേ? മനസ്സിലായി മാഡം. ഇനി എന്താ നമ്മൾ ചെയ്യേണ്ടത്? രാജു, ഉറപ്പായിട്ടും ഇപ്പൊ ദീപക് വീട്ടിൽ ചെന്നിട്ടുണ്ടാവും. നമ്മൾ വീട്ടിൽ ചെല്ലുമ്പോ എന്റെ കഴുത്തിൽ താലിയില്ലെങ്കിൽ അത് വലിയ പ്രശ്നമാവും. താലി എന്റെ കഴുത്തിൽ കെട്ടണം. അതൊന്നും നടക്കില്ല മാഡം. അതൊന്നും ശരിയാവില്ല. ഉറപ്പാണോ? ആ അതെ. പിടിക്ക്. ഇപ്പൊ സമാധാനായല്ലോ? ആ ആയി. എന്നാ വാ പോ. നിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല. ചെറുപ്പം മുതലേ നീ കണ്ടതും പഠിച്ചതും നിന്റെ അമ്മയെ കണ്ടിട്ടാ. ആ അമ്മ ചിന്തിക്കുന്ന രീതിയിലെ നീയും ചിന്തിക്കൂ. ആ അമ്മ പ്രവർത്തിക്കുന്നത് പോലെ നീയും പ്രവർത്തിക്കൂ. ശരിയേതാ തെറ്റേതാ എന്ന് തിരിച്ചറിവുണ്ടാവുമ്പോ ഏതൊരു മനുഷ്യനും മാറ്റങ്ങൾ ഉണ്ടാവേണ്ടതാ. നിന്റെ കാര്യത്തില് അതിനുള്ള സമയം ഇതുവരെ ആയിട്ടില്ലല്ലോ എന്ന് ഓർക്കുമ്പോ എനിക്ക് നിന്നോട് സഹതാപം തോന്നാ ദീപക്കെ. ഋതികയെ ഇനിയും ഇങ്ങനെ വിട്ടാ പറ്റില്ല. നല്ലൊരു പണി തന്നെ കൊടുക്കണം. ഇനി കൊടുക്കുന്ന പണിയിൽ നിന്ന് അവൾ ഊരി പോകരുത്. എന്ത് ചെയ്യും? ആ, ഇത് പൊളിക്കും.
ഈ ഐഡിയ വർക്കൗട്ടായ അവളുടെ കട്ടയും പടവും മടങ്ങും. അംബിക മേഡത്തെ ഒന്ന് വിളിച്ചു നോക്കാം. ഹലോ, എന്താ രമ്യേ? എന്തായി മേഡം? മകന്റെ താലിപൊട്ടിക്കൽ പ്ലാനൊക്കെ ആടെ പടലം ചീറ്റിപ്പോയല്ലേ? ഞാൻ അറിഞ്ഞു. സത്യത്തിലേ അതിന്റെയൊക്കെ ആവശ്യമുണ്ടായിരുന്നോ? ആവശ്യമുള്ളതേത്, ആവശ്യമില്ലാത്തതേതെന്നൊക്കെ ഞങ്ങൾ തീരുമാനിച്ചോളാം. അല്ല, നീ ഇപ്പൊ എന്തിനാ വിളിച്ചത്? രാത്രിയിൽ നിനക്ക് ഉറക്കമൊന്നുമില്ലേ? ദേഷ്യപ്പെടാതെ അംബിക മേഡം, ഞാൻ നിങ്ങളോടൊരു ഐഡിയ പറയാൻ വേണ്ടി വിളിച്ചതാ. ഇവിടെ ഉള്ള ഐഡിയകളെല്ലാം പൊട്ടിച്ചീറ്റി തകർന്നുകൊണ്ടിരിക്കുക. അതിനിടയിലാ നിന്റെ ഒരു ഐഡിയ. എന്റെ രമ്യേ, ഇപ്പൊ തൽക്കാലം ഞാൻ ഐഡിയകളൊന്നും എടുക്കുന്നില്ല. എടുക്കുമ്പോ ഞാൻ പറയാം, അന്നേരം തന്നാ മതി. നിങ്ങൾ ഞാൻ പറയുന്നത് കേക്ക്. ഈ ഐഡിയ നിങ്ങൾക്ക് ഇഷ്ടപ്പെടും. ആ പറ. ഈ ഐഡിയ കൊള്ളാലോ. കൊള്ളാല്ലേ? അപ്പോഴേ നിങ്ങളൊരു കാര്യം ചെയ്യ്, ഞാൻ പറഞ്ഞതുപോലെ തന്നെ ചെയ്യും. അങ്ങനെ ചെയ്തു കഴിഞ്ഞാ രാജുവിന്റെ വീട്ടിലെ ഒരു ഭൂകമ്പം ഉണ്ടാവും. അങ്ങനെ ഉണ്ടായ അതിന്റെ ഗുണം ആർക്കാ? എനിക്ക് മാത്രമല്ല, നിങ്ങൾക്കും കൂടിയാ. ശരി, അങ്ങനെ ചെയ്യാം. ആ, അപ്പൊ ബെസ്റ്റ് ഓഫ് ലക്ക്. ഓക്കെ രമേ. ഈ ഐഡിയ കൊള്ളാം. രമ്യയുടെ തലയിൽ എന്തായാലും ആൾ താമസം ഉണ്ടെന്ന് മനസ്സിലായി. അവൾക്ക് നല്ല നല്ല ഐഡിയാസ് വരുന്നുണ്ട്. ഏതായാലും ഇതൊന്ന് പരീക്ഷിച്ചു നോക്കാം. കാശ് ചെലവാക്കാൻ തുടങ്ങി. എന്റെ ഭാര്യയുടെ വീട്ടിലെ പ്രശ്നങ്ങൾ ഭരിക്കാനൊക്കെ ആയിട്ട് ഞാൻ ക്യാഷ് നീക്കി വെക്കാൻ തുടങ്ങി. എന്റെ കുഞ്ഞിന്റെ പഠിത്തത്തിന് വേണ്ടി ക്യാഷ് നീക്കി വെക്കുന്നുണ്ട്. എന്തൊക്കെ നീക്കി വെച്ചാലും കള്ളു കുടിക്കാൻ വേണ്ടി നീ ചെലവാക്കുന്നത് ശരിയല്ല. ബെസ്റ്റ്. ഞാൻ മേടിച്ചെന്ന കള്ളം കുടിച്ച് എന്നെ ഉപദേശിക്കാൻ വരുന്നു. എടാ, ഇത് നമ്മുടെ വല്ലപ്പോഴുള്ള കൂടലല്ലേ, ഇതുമായിട്ട് കണക്ട് ചെയ്യണ്ട. എന്തായാലും എനിക്കിപ്പോ ഒരു സമാധാനമുണ്ട്. ഞാനിപ്പോ ഒരു നല്ല മനുഷ്യനായി. ഹലോ, ഞാനാ. ഇത് ഞാനാ? ഓ അതല്ല, ഞാൻ രമ്യ. ഏത് രമ്യ? രാജുവായിട്ടേ കല്യാണം ഉറപ്പിച്ചിരുന്ന രമ്യ. രാജുവിന്റെ വീട്ടിനടുത്ത് താമസിക്കുന്ന രമ്യ. രമ്യ ഇപ്പൊ എന്തിനാ എന്നെ വിളിച്ചത്? എന്താ കാര്യം? അതെ, ഞാൻ വിളിച്ചതേ ഒരു പ്രധാനപ്പെട്ട കാര്യം പറയാനാ. നീ കൂടുതലൊന്നും പണയണ്ട. എടി, നീ ഹൃതികയുടെ സ്വർണം മുഴുവൻ മേടിച്ചോണ്ട് പോയണോ ലേഡി? ആ നിലയ്ക്ക് എന്നെ ഫോൺ ചെയ്യാൻ എങ്ങനെ ധൈര്യം വന്നടി? അതെ, നിങ്ങൾ വിചാരിക്കുന്ന പോലെയൊന്നും അല്ല കാര്യങ്ങള്. അതൊക്കെ പിന്നെ ഞാൻ വിശദമായിട്ട് പറഞ്ഞുതരാം. ഇപ്പൊ ഞാൻ വിളിച്ചതേ അവൾക്കേ ആ ഹൃതികയ്ക്ക് കൊറേ കാശ് കിട്ടി. അതിന്ന് എന്റെ അമ്മയ്ക്ക് കൊടുക്കാനുണ്ടായിരുന്ന 10 ലക്ഷം രൂപ അവള് കൊടുത്തു. പിന്നെ ശ്രീലക്ഷ്മിക്കും ഹരീഷിനും കൊറേ കാശ് കൊടുത്തു.
ശ്രീലക്ഷ്മിക്ക് പഠിക്കാനായിട്ട്. അതിന് അത് നല്ല കാര്യമല്ലേ? ഇതിപ്പോ എന്നോട് പറയണ എന്തിനാ? അവള് നിങ്ങൾക്ക് എന്ത് തന്നു? ഏ? നിങ്ങൾ അവളെ പുകഴ്ത്തി പറയുന്നുണ്ടല്ലോ. എനിക്കെന്ത് തരാൻ? നിങ്ങക്ക് കുറെ കടമൊക്കെ ഉള്ളതല്ലേ? നിങ്ങൾക്കും കുറച്ച് കാശ് തന്നൂടായിരുന്നു അവൾക്ക്. ഇത് മനഃപൂർവ്വല്ലേ? സത്യത്തില് നിങ്ങളെയും പ്രിയ ചേച്ചിയും അവൾ ഒതുക്കുകയല്ലേ? നിങ്ങളെ രണ്ടുപേരെയും അവൾ ആ കുടുംബത്തിലെ അംഗമായിട്ട് കൂട്ടിയിട്ടില്ലെന്നല്ലേ ഇതിന്ന് മനസ്സിലാക്കണ്ടേ? അതെങ്ങനെ ശരിയാവും? എന്റെ മോളുടെ ചികിത്സയ്ക്ക് വേണ്ടി ചെലവായ ക്യാഷല്ലേ ആ 10 ലക്ഷം രൂപ? അതല്ലേ തിരിച്ചു തന്നത്? അതൊക്കെ അവളുടെ സ്വാർത്ഥത മാത്രമാണ്. രാജുവിന്റെ വീട്ടിൽ നിൽക്കാൻ വേണ്ടി മാത്രമാ അവളന്ന് അങ്ങനെ ചെയ്തത്. അല്ലാതെ നിങ്ങളെ വിളിച്ച് നിങ്ങളുടെ പ്രശ്നങ്ങളും ഈ ക്യാഷ് കൊണ്ട് തീർക്കുമെന്നും പറഞ്ഞ് 1 രൂപയെങ്കിലും നിങ്ങൾക്ക് തന്നോ? ശരിയാ, അവൾ അങ്ങനെ ചെയ്തിട്ടില്ല. രമ്യ പറ, ഞാൻ എന്താ ചെയ്യണ്ടേ? ചോദിക്കണം, നേരിട്ട് തന്നെ ചോദിക്കണം. ജയേട്ടൻ എന്താ ആ കുടുംബത്തിലുള്ളതല്ലേ? പ്രിയ ചേച്ചി എന്താ ആ കുടുംബത്തിലുള്ളതല്ലേ? ആയിഷു ആ കുടുംബത്തിലുള്ളതല്ലേ? ആ, ഇതൊക്കെ നിരത്തി ചോദിക്കണം. ചോദിക്കും. ഇന്ന് ഈ രാത്രി തന്നെ പോയി ചോദിക്കും.